ഹായ് അമ്മി, ഞാൻ സെനോബീറ്റസിൻ്റെ ഇന്ദുവാണ്. ആർമി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫാൻഡം വിടാൻ പോവാണ്, കുറേ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പൂർണ്ണമായിട്ടും ബി.ടി.എസിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ലൈഫൊന്നും ഒരു ആർമി എന്ന നിലയ്ക്ക് എനിക്കില്ല. പിന്നെ എനിക്ക് ഒരുപാട് ഹേറ്റേഴ്സാണ്. എന്നെ ഒരുപാട് അടിച്ച് തളർത്താനായിട്ട് ഒരുപാട് പേര് ഫാൻഡത്തിനുള്ളിൽ തന്നെയുണ്ട്. എനിക്ക് പേഴ്സണലി ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഒരുപാട് പേരെ അറിയാം. ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന ഫാൻഡത്തിലുള്ളവർ, ഞാൻ അതുപോലെ സ്നേഹിച്ച എൻ്റെ ഫ്രണ്ട്സ്, അവരിൽ നിന്നൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മൊത്തത്തിലൊരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചു. കാര്യം ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരാണ് തിരിച്ചറിയാനായിട്ട് ഇതൊക്കെ ഒരു നല്ലൊരു ചാൻസ് ആണ്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും കുറേ ഉണ്ട്. അതുപോരാതെ വേറെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഫാൻഡത്തിനിടയിലും വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ എല്ലാം കൂടെ നോക്കിയപ്പം ഞാൻ കുറച്ച് ചേഞ്ച് ആവാം, എല്ലാവരെയും ഇങ്ങനെ സ്നേഹിച്ച് നമ്മൾ നടക്കുന്നതിന് പകരം കുറച്ച് നമ്മളെ സ്നേഹിക്കാൻ കുറച്ച് ടൈം കണ്ടെത്താമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ലൈഫിൽ എന്നെ തളർത്തിക്കളയുന്ന, എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയതോടുകൂടെ, അതിനെ ഞാനത് മാറ്റി വെച്ചതോടുകൂടി തന്നെ ഞാൻ കുറച്ചും കൂടെ ബ്രൈറ്റ്ഫുള്ളായി. 2020 ഈ ഒരു ചാനൽ തുടങ്ങുമ്പം എനിക്ക് ഈ പറഞ്ഞ ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരുമില്ല, എനിക്ക് ഫോളോവേഴ്സ് ഇല്ല, എന്നെ ആരും അറിയത്തില്ല. എൻ്റെ ഈ ചുറ്റുപാടുള്ളവർ മാത്രം അറിയുന്ന കുറേ കോംപ്ലക്സും കാര്യങ്ങളും ഈഗോയും ഒക്കെ അടിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറിലായിരുന്നു ഞാൻ. പക്ഷെ അന്നൊക്കെ ഇത് തുടങ്ങുമ്പം എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് മുതൽ ഞാൻ ഒറ്റയ്ക്ക് പ്രയത്നിച്ചു കൊണ്ടുവന്നാണ് ഈ ചാനൽ, ഇൻസ്റ്റഗ്രാം എല്ലാം. ചാനലിൽ നിന്നും അതുപോലെ തന്നെ പ്രൊമോഷൻ വീഡിയോസിലൂടെയൊക്കെ ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങുന്ന ഈ ഒരു നിമിഷം വരെയുള്ളത് ഞാൻ ഒറ്റയ്ക്കുള്ള കഷ്ടപ്പാട്. അതിൽ ഒരാൾക്കും അതിൽ പങ്കില്ല. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ വ്യൂവേഴ്സിനും എനിക്ക് എപ്പോഴും ഭയങ്കര താങ്ക്ഫുൾ ആണ്. നമ്മൾ മെൻ്റലി ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും അനുഭവിക്കുന്ന സമയത്ത് കുറച്ച് ഫ്രീ ആവാനായിട്ട് ഓരോ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ കണ്ടെത്തും. അങ്ങനെ ഞാൻ കുറച്ച് പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തി. അപ്പം എൻ്റെ ഒരു ലൈഫിന് കുറച്ച് ദിവസം കൊണ്ട് കൊണ്ടുവന്ന ഒരു ചേഞ്ചാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളിലും ഇതുപോലെ ഫ്രണ്ട്സ് ഇല്ലാത്തവരുണ്ടാവാം, ഡിപ്രഷൻ അനുഭവിക്കുന്നവരുണ്ടാവാം, നമ്മുടെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഉള്ളവരൊക്കെ ആയിട്ട് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു സീരിയസ് റിലേഷൻഷിപ്പ്, ഒരു കാഷ്വൽ ചാറ്റിങ് ഇതൊക്കെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്ലാറ്റ്ഫോം ഞാൻ പരിചയപ്പെടുത്താം. ഡേറ്റിംഗ് ആപ്സ് ആണ്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രം ഇതെടുക്കുക. കാര്യം ഇതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ളതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ളതുകൊണ്ട്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. മറ്റ് യൂട്യൂബേഴ്സ് പറഞ്ഞ വീഡിയോ ഫുള്ള് കാണാനായിട്ടല്ല. നാളെ അറ്റവും മുറിയും കണ്ടിട്ട് പോയി ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ചാറ്റ് ചെയ്തിട്ട് സെനോബീറ്റീസ് ആണ് കാണുമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പം നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. അപ്പം നിങ്ങൾക്കറിയാലോ, ഞാൻ എപ്പോഴും ബെസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ തന്നിട്ടുള്ളൂ. ഒരിക്കലും ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നിട്ടില്ല. ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ആഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറ്റും പ്രൊമോഷൻസ് ആയിക്കോട്ടെ, എല്ലാം ഞാൻ ചെയ്ത പ്രൊമോഷൻസ് എല്ലാം തന്നെ നല്ല ബ്രാൻഡ്സിൻ്റെ ആണ്. മറ്റുള്ളവരെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ കാണിച്ചിട്ടില്ല. പ്രത്യേകിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിലേക്കോ അല്ലെങ്കിൽ വ്യൂവേഴ്സിലേക്കോ ഫോളോവേഴ്സിലേക്കോ ഞാൻ എത്തിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന 5 ആപ്പുകൾ നിങ്ങൾ അതിലേതെങ്കിലും വേണമെങ്കിൽ 5ഉം ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് എന്ന് തോന്നുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻ്റർനാഷണലി കൊറിയൻ ഫ്രണ്ട്സിനെയോ ബോയ് ഫ്രണ്ട്സിനെയോ ഗേൾ ഫ്രണ്ട്സിനെയോ നല്ല കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് ഗാങ്ങോ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കൊറിയക്കാൾ കൂടുതലും തപ്പുന്നത് ജാപ്പനീസ് ആണ്. എനിക്ക് ജാപ്പനീസ് കൾച്ചർ കുറച്ചും കൂടി ഇഷ്ടമാണ്. എനിക്ക് പാരീസ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ ഫ്രഞ്ചുകാരൊക്കെ ആയിട്ട് ഫ്രണ്ട്ലി ആവാറുണ്ട്. ഈ ചാറ്റിംഗ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയുമ്പോൾ മോശപ്പെട്ട രീതിയിൽ കാണേണ്ട നല്ലൊരു മെൻ്റൽ ഹെൽത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമുക്കിതിൽ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം. അതല്ല അതൊക്കെ ഓരോ ഉപയോഗിക്കുന്നവരുടെ ക്യാരക്ടർ പോലെ ഇരിക്കും. അതൊന്നും പറയാൻ നമ്മൾ ആരുമല്ല. ഒന്നാമത്തെ ആപ്പ് എന്ന് പറയുന്നത് KOF എന്നാണ് ആപ്പിൻ്റെ പേര്. KOF എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ലൈവ് ട്രാൻസ്ലേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. കാര്യം നമുക്ക് ഇപ്പോൾ കൊറിയൻസിനോടാണ് ചാറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിലേക്ക് കൊറിയയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ളൊരു അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പം വിദേശികളോടൊക്കെ ഒരു സീരിയസ് റിലേഷൻ, അല്ലെങ്കിൽ എനിക്കൊരു ഫോറിനറിൻ്റെ വൈഫ് ആവണം, ഫോറിനറിനെ മാരേജ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളായിട്ട് തന്നെ അതിൽ നിൽക്കാൻ ശ്രമിക്കുക. പിന്നെ ചാറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക, അതെനിക്ക് എപ്പോഴും പറയാനുണ്ട്. പിന്നെ വീഡിയോ കോൾസിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതിലും അറിയാമല്ലോ, സോഷ്യൽ മീഡിയ ഓൺലൈൻ എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ എവിടെയെങ്കിലും ഒരു ചതി കാണാം. അപ്പം വീഡിയോ കോൾസ് ഒക്കെ ചെയ്യുന്നവർ മാക്സിമം ഒരു സെക്യൂരിറ്റി കീപ്പ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ആപ്പാണ് KOF എന്ന് പറയുന്ന ആപ്പ്. രണ്ടാമത്തെ ആപ്പാണ് K-Dating. അതും ഒരു ഡേറ്റിംഗ് ആപ്പാണ്. ഇതേപോലെയൊക്കെ തന്നെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. അതിൽ ഒരുപാട് കൊറിയൻസിനെ കാണാം. അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ അവരുടെ ഇൻട്രസ്റ്റുകളൊക്കെ അതിലുണ്ടാവും. അവരുടെ ഏത് ഏജ് കാറ്റഗറിയാണ് നിങ്ങളൊന്നും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ 28, 29 കയറി 29 വയസ്സ് മുതൽ മേലോട്ടുള്ളവരൊക്കെയാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പം
കൊറിയൻ സോഷ്യൽ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ. എനിക്ക് ചാറ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പം അത്യാവശ്യം നല്ലൊരു ആപ്പായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇതിൽ മിക്കതും കൂടുതൽ ഫെസിലിറ്റീസ് ഒക്കെ വേണമെങ്കിൽ അത് പ്രീമിയം ആയിരിക്കും. പക്ഷേ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചാറ്റ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമോ ടെലഗ്രാമോ അതല്ലെങ്കിൽ പിന്നെ വാട്സപ്പ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല, അതിൻ്റെ ആവശ്യമില്ല. അവർ തന്നെ സജസ്റ്റ് ചെയ്യും 1-2 ആപ്പ്, ലൈന്, കക്കാോ ടോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ജാപ്പനീസിൻ്റെയോ അല്ലെങ്കിൽ കൊറിയൻസിൻ്റെയോ ഉള്ള അവരുടേതായ ആപ്ലിക്കേഷൻസ് അവർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അപ്പം നിങ്ങൾ സ്കാനർ കൊടുക്കുകയാണെങ്കിൽ, അതിൻ്റെ സ്കാനർ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ഫ്രണ്ട് ആക്കും, നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് പോവാം. 4ാമത്തെ ആപ്പാണ് മീഫ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ എനിക്ക് ശല്യം വന്നതുമായത് മീഫ് എന്ന് പറയുന്നൊരു ആപ്പാണ്. കാര്യം ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു സ്പോട്ടിൽ തന്നെ മുഴുവൻ ഇന്ത്യൻസ് അറഞ്ചം പുറഞ്ചം ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് നോർത്ത് ഇന്ത്യൻ കുറേ ബായമാർ തുരുതുരാന്ന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചില മെസ്സേജ് ഒന്നും അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടില്ല. അറിയാലോ, അത് മല്ലു എനിക്ക് നോർത്ത് ഇന്ത്യൻസിൻ്റെ ആറ്റിറ്റ്യൂഡുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റത്തില്ല, ഞാൻ ഇൻട്രസ്റ്റ് അല്ല. അപ്പം ഞാൻ കഴിവത് ഇപ്പോൾ കൂടുതൽ നോക്കുന്നത് ഇന്ത്യൻസിനെ പുച്ഛമാണെന്നല്ല ഞാൻ പറഞ്ഞു, ഞാൻ കൂടുതൽ നോക്കുന്നത് എനിക്ക് വിദേശികളുടെ കൾച്ചർ, അവരുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ അവരോട് കൂടുതൽ ഫ്രണ്ട്ലി ആവാനാണ് ശ്രമിക്കുന്നത്. മീഫിൽ ഞാൻ ചാറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഇതുപോലെ കൊറിയൻസ് ഒപ്പന്മാരൊക്കെ എന്ന് പറയുമ്പം അവർ നമ്മളുമായിട്ട് കുറച്ച് ചാറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇവർ ഈ ഒരു ആപ്പ് അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ അങ്ങോട്ട് ബ്ലോക്ക് ആക്കും. ഐ മീൻ നമ്മൾ ചാറ്റ് ചെയ്യുന്ന, നമ്മൾ ഫ്രണ്ട്ലി ആയി പറയുമ്പോൾ നമ്മൾ പ്രീമിയം ആക്കാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് അവരുടേതായ ടെലഗ്രാമിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് മാക്സിമം കൊടുക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആപ്പ് വഴി നിങ്ങൾക്ക് ചാറ്റ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതായത് അവിടെ ഫ്രണ്ട്ഷിപ്പ് ആയി കഴിയുമ്പോൾ അവിടെ തന്നെ ചാറ്റ് ചെയ്ത് തുടരാമെന്ന് വിചാരിക്കേണ്ട. കുറച്ച് കഴിയുമ്പോൾ ഈ ആപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ക്ലോസ് ആകും. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ച് പ്രീമിയം യൂസ് ചെയ്യേണ്ടി വരും. അതിനുള്ളിൽ തന്നെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് കൊടുത്ത് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. മെജോറിറ്റി ഓഫ് ആൾക്കാരും ചെയ്യുന്ന കാര്യം. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ച് കൊറിയൻ ഫ്രണ്ട്സിനെ നോക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഹെലോ ടോക്ക് എന്ന് പറയുന്നത്. അപ്പം അതിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ഇത്ര ആപ്പിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ ഇടാൻ പറ്റും. കാര്യം അതിനകത്ത് ആദ്യം നിങ്ങളൊരു ലോഗിൻ ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ നെയിം, ഞാൻ എല്ലാം ഒറിജിനലാണ് കൊടുത്തു, ഒന്നും ഫേക്ക് കൊടുത്തിട്ടില്ല, സ്വന്തം പേര് കൊടുക്കുക. അതിൽ ചിലപ്പോൾ നിങ്ങളുടെ 6 ഫോട്ടോസ് കൊടുക്കാൻ പറയും. നിങ്ങൾക്ക് പേടിയില്ല, മനസ്സ് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ അതിന് ഓക്കെ ആണെങ്കിൽ കൊടുക്കാം, ഞാൻ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഇൻട്രസ്റ്റ് അവർ ചോദിക്കും. ഒന്നാമത് ഇൻ്റർനാഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പോലല്ല, നിങ്ങൾക്ക് സോഡിയാക് സൈൻ കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ പെറ്റ് ലവർ ആണോ, നിങ്ങൾ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ, കറക്റ്റ് ലൊക്കേഷൻ ചില ആപ്പിൽ കൊടുക്കേണ്ടി വരും. അതൊക്കെ കൊടുക്കാൻ ഇൻട്രസ്റ്റിലേക്ക് കൊടുക്കണ്ട. ഞാൻ ചില കാര്യങ്ങളൊന്നും കൊടുത്തില്ല, 90% ഓഫ് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ ഇഷ്ടം പോലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഈ 5 എണ്ണം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ കക്കാടോക്ക് എന്നൊക്കെ പറയുന്ന ആപ്പുകൾ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ആപ്സാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എപ്പോഴും നല്ല ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക, മെൻ്റലി ഹാപ്പി ആവാൻ ശ്രമിക്കുക, നമ്മളെ തന്നെ സ്നേഹിക്കുക. അപ്പം നമുക്കിപ്പം ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഈ നിമിഷമൊക്കെ കടന്നു പോകും. നമ്മളുടെ കിട്ടുന്ന സമയം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അതിനെല്ലാം മാറ്റി വെക്കുക. അപ്പം എൻ്റെയൊക്കെ ലൈഫ് കൊണ്ട് ഞാൻ പഠിച്ചത്, എനിക്ക് 1 അനുഭവം കിട്ടി, 2 അനുഭവം കിട്ടി, 3 അനുഭവം കിട്ടിയിട്ട് പഠിക്കാത്ത ഒരാളാണ്. പക്ഷേ ഇപ്പം ഞാൻ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്തു. നമ്മളെ ഹാപ്പി ആക്കാൻ എന്ത് കാര്യം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ബാക്കി നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാറ്റി നിർത്തുക. ഈ ലോകത്തിപ്പം ഒരുപാട് ഫ്രണ്ട്സ് വേണമെന്നില്ല നമുക്ക് ജീവിക്കാനായിട്ട്, ഫാമിലി മൊത്തം നമ്മുടെ കൂടെ വേണമെന്നില്ല, നമുക്ക് ലവർ വേണമെന്നില്ല. നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന എപ്പോഴും സുഖം. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഹൈദരാബാദ് ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് സ്കൂളിലായിരുന്നു, ഒന്ന് ജോലി ടീച്ചറായിരുന്നു. അവിടുന്ന് പിള്ളേരുമായിട്ടുള്ള ലൈഫ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വന്നു കഴിഞ്ഞാൽ യൂട്യൂബോ വല്ല വെബ് സീരീസ് കാണും. അത് കഴിഞ്ഞിട്ട് വല്ല ഷോപ്പിങ്ങിന് ഡിമാർട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ പോകും, പുറത്ത് ഫുഡ് കഴിക്കാൻ പോകും, തിരിച്ചു വരും. ഒറ്റയ്ക്കുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് ആരെയും താങ്ങാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുന്നത് എനിക്ക് എപ്പോഴും നല്ലത്. എനിക്ക് ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. എപ്പോഴും സിൻസിയറായിട്ട് തന്നെയായിരിക്കും. എന്തൊക്കെ ഞാനിപ്പം എല്ലാത്തിനും ബ്രേക്ക് എടുന്ന പോലെ ഞാൻ എപ്പോഴും സെനോബിറ്റിസ് സിന്ധു എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ ഒരിക്കലും എന്നെ ഒരു ഇൻഫ്ലുവൻസർ എന്നൊന്നും ഞാൻ ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. ഞാൻ നിങ്ങളിലോട്ട് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തോന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് എ കണ്ടന്റ് ക്രിയേറ്റർ. ഞാനൊരു കൊറിയൻ അല്ലെങ്കിൽ BTS റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ്.
അപ്പോൾ നിങ്ങൾ എനിക്ക് നല്ലൊരു സഹോദരി എന്നുള്ളൊരു സ്ഥാനം തന്നതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് കൂടുതൽ ഇൻറ്റിമേറ്റായി എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആർമിയായിട്ട് എനിക്കുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ആപ്പൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ബൈ, സറാങ്ങിയോ.